Surrender of shares. When a shareholder finds that he cannot pay the call money on the shares held by him, he may voluntarily return his shares to the company. Such voluntarily return of shares to the company by the shareholder is called surrender of shares. So surrender of shares എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർ ഹോൾഡറിന് മനസ്സിലാവുകയാണ് അയാളുടെ കയ്യിൽ അയാൾ ഹോൾഡ് ചെയ്തിട്ടുള്ള ഷെയർസിൻ്റെ കോൾ മണി അടയ്ക്കാനുള്ള എമൗണ്ട് അയാളുടെ കയ്യിലില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? തൻ്റെ ഷെയർസ് വോളണ്ടറിലി, അതായത് സ്വമേധയാ അയാൾ കമ്പനിക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ആ തിരിച്ചു കൊടുക്കുന്ന പ്രോസസ്സിനാണ് ആക്ച്വലി സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറയുക. അപ്പോൾ തൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്തിട്ടുള്ള ഷെയർസിൻ്റെ എമൗണ്ട് കൊടുക്കാനുള്ള പൈസ ഷെയർ ഹോൾഡറുടെ കയ്യിൽ ഇല്ലാത്തപ്പോൾ ഷെയർ ഹോൾഡർ എന്ത് ചെയ്യുന്നു? സ്വമേധയാ ആ ഷെയർസ് കമ്പനിക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ആ ഒരു പ്രോസസ്സാണ് സറണ്ടർ ഓഫ് ഷെയർസ്. അപ്പോൾ ഫോർഫീച്ചർ ഓഫ് ഷെയർസിൽ നമ്മൾ എന്തൊക്കെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണോ ചെയ്ത് സെയിം അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് ഇവിടെ സറണ്ടറിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ ഷെയർ ഹോൾഡർ ആ ഷെയറിന് ഓൾറെഡി എത്ര രൂപയാണോ കൊടുത്തത് അതൊരിക്കലും എന്ത് ചെയ്യില്ല, കമ്പനി ഷെയർ ഹോൾഡർക്ക് തിരിച്ചു കൊടുക്കില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ഫോർഫീച്ചറിൻ്റെയും ഷെയർ സറണ്ടറിൻ്റെയും ഡിഫറൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർഫീറ്റ് ഏത് കേസിലാണ് നമ്മൾ ഷെയർസ് ഫോർഫീറ്റ് ചെയ്യുക? ഷെയർ ഹോൾഡർ അലോട്ട്മെൻറ്റ് മണിയോ കോൾ മണിയോ പേ ചെയ്യാത്ത സമയത്ത് അതിൻ്റെ അരിയേഴ്സ് ഒരുപാടായിട്ട് വരും. കമ്പനി അവരെ ഇൻഫോം ചെയ്തിട്ട് പോലും ആ എമൗണ്ട് അടച്ചിട്ടില്ലെങ്കിൽ കമ്പനി എന്ത് ചെയ്യുന്നു? കമ്പൽസറി ആയിട്ട് അവരുടെ ഷെയർസ് എടുക്കുന്നൊരു പ്രോസസ്സാണ് ആക്ച്വലി ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. പക്ഷേ സറണ്ടർ എന്ന് പറഞ്ഞാലോ, തൻ്റെ കയ്യിലുള്ള ഷെയർസിൻ്റെ എമൗണ്ട് കൊടുക്കാനില്ല എന്ന് മനസ്സിലാവുമ്പോൾ വോളണ്ടറിലി സ്വമേധയാ ഷെയർ ഹോൾഡർ എന്ത് ചെയ്യാണ്? തൻ്റെ ഷെയർസ് കമ്പനിക്ക് റിട്ടേൺ ചെയ്യാണ്. അതാണ് ആക്ച്വലി സറണ്ടർ. അപ്പോൾ അരിയേഴ്സ് ഡ്യൂ ആവുന്ന സമയത്താണ് ആക്ച്വലി ഫോർഫീച്ചർ ഉണ്ടാവുക. ഷെയർ ഹോൾഡറിന് തൻ്റെ കയ്യിലുള്ള ഷെയർസിൻ്റെ എമൗണ്ട് പേ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്, ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാവുന്ന കേസസിലാണ് അയാൾ എന്ത് ചെയ്യുന്നത്? തൻ്റെ ഷെയർസ് സറണ്ടർ ചെയ്യുന്നത്. പിന്നെ ഷെയർ ഹോൾഡർ അരിയേഴ്സ് പേ ചെയ്തിട്ടില്ലെങ്കിൽ കമ്പൽസറി ആയിട്ട് കമ്പനി എന്ത് ചെയ്യും? ഷെയർസ് ഫോർഫീറ്റ് ചെയ്യും. പക്ഷെ സറണ്ടർ ചെയ്യുമെന്ന് പറയുന്നത് ഷെയർ ഹോൾഡറാണ് തീരുമാനിക്കുക. അതൊരിക്കലും എന്താണ്? കമ്പൽസറി അല്ല. ഷെയർ ഫോർഫീച്ചർ എന്ന് പറയുമ്പോൾ എമൗണ്ട് കിട്ടാത്ത സാഹചര്യത്തിൽ ഡയറക്ടേഴ്സ് കമ്പൽസറി ആയിട്ടാണ് ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. പക്ഷേ ഷെയർ ഹോൾഡറിൻ്റെ വിൽ പ്രകാരം ഷെയർ ഹോൾഡറാണ് തീരുമാനിക്കുന്നത് തൻ്റെ ഷെയർസ് സറണ്ടർ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് ഷെയർ ഹോൾഡറാണ് തീരുമാനിക്കുന്നത്. ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? കമ്പനിയുടെ ഷെയർസ് ഫോർഫീറ്റ് ചെയ്യുന്നു. സറണ്ടറിൽ ഷെയർ ഹോൾഡർ തൻ്റെ ഷെയർസ് കമ്പനിക്ക് റിട്ടേൺ ചെയ്യുന്നു. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. അതായത് ചില സമയത്ത് കമ്പനി വല്ല അസറ്റ്സോ അങ്ങനത്തെ എന്തെങ്കിലും പ്രോപ്പർട്ടിയോ എന്തെങ്കിലും വാങ്ങും. അപ്പോൾ അവർക്ക് ക്യാഷ് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യും? ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ സമയത്ത് വരുന്ന ജേർണൽ എൻട്രീസ്, അപ്പോൾ അസറ്റ്സോ പ്രോപ്പർട്ടീസോ കമ്പനി അക്വയർ ചെയ്യുന്നു, അതിന് ക്യാഷ് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? ഷെയർസ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ രണ്ട് തരത്തിലുള്ള ജേർണൽ എൻട്രിയാണ് അവിടെ വരിക. ഫസ്റ്റ്, വെൻ പ്രോപ്പർട്ടി ഈസ് അക്വയേർഡ്. കമ്പനി ഒരു പ്രോപ്പർട്ടി അക്വയർ ചെയ്യുമ്പോൾ എന്താണ്? അസറ്റ് അക്കൗണ്ട് അറ്റർ ടു വെൻഡർ. എത്ര രൂപയാണോ കോസ്റ്റ് അതിൽ അസറ്റ് അക്കൗണ്ട് അറ്റർ ടു വെൻഡർ. ഇനി വെൻ ഷെയർസ് ആർ ഇഷ്യൂഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ദി വാല്യൂ ഓഫ് പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടിക്ക് ക്യാഷ് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ വരുന്ന ജേർണൽ എൻട്രി വെൻഡർ അക്കൗണ്ട് അറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. വെൻഡർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, എത്ര രൂപയാണോ കൊടുക്കാനുള്ളത് അത് വെച്ചിട്ട്. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഷെയറിൻ്റെ ഫേസ് വാല്യൂ. ഇനി പ്രീമിയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്രീമിയം വന്ന് എന്ത് ചെയ്യുന്നു? സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ കമ്പനി പർച്ചേസ്ഡ് ബിൽഡിംഗ് ഫോർ 2,75,000 and issued equity shares of ₹10 each at a premium of 10% in full settlement. കമ്പനി എന്താണ്? 2,75,000 ഒരു ബിൽഡിങ് വാങ്ങി. എന്നിട്ട് ആ 2,75,000 രൂപയ്ക്ക് പകരം എന്ത് ചെയ്തു? 10 രൂപയുടെ ഇക്വിറ്റി ഷെയർസ് 10% പ്രീമിയം. അപ്പോൾ 10 രൂപയുടെ ഇക്വിറ്റി ഷെയർസ് 10% പ്രീമിയം. 10% എത്രയാണ്? 1 രൂപ അല്ലേ? അപ്പോൾ 10 + 1
11 രൂപയുടെ ഷെയർസാണ് ആക്ച്വലി എന്ത് ചെയ്തത്, ഈ ഒരു 2,75,000 രൂപയ്ക്ക് പകരം 11 രൂപയുടെ ഷെയർസാണ് കമ്പനി കൊടുത്തത്. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രീസ് നോക്കാം. ഫസ്റ്റത്തെ എൻട്രി എന്താണ്, അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു വെൻഡർ അല്ലേ. അപ്പോൾ ഇവിടെ അസറ്റ് എന്താണ്, ബിൽഡിംഗ് ആണ്. അപ്പോൾ ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു വെൻഡർ. അസറ്റിൻ്റെ കറക്റ്റ് പ്രൈസ് എത്രയാണ്, 2,75,000. ഇനി നെക്സ്റ്റ് എൻട്രി എന്താ വരിക, വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്, അതല്ലേ വരിക. അതെ, വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്. വെൻഡർ അക്കൗണ്ടിൽ എത്ര രൂപ തന്നെ എഴുതാം, 2,75,000. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ എത്ര രൂപയാണ്, അതുപോലെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ എത്ര രൂപയാണ് നമുക്ക് നോക്കണം അല്ലേ. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഷെയറിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ്, 10 രൂപയാണ്. 10% പ്രീമിയം, അപ്പോൾ 10ൻ്റെ 10% എത്രയാണ്, 1 രൂപ. അപ്പോൾ ടോട്ടൽ ഷെയറിൻ്റെ വാല്യൂ 11 രൂപയാണ്. ഇനി എത്ര ഷെയർസാണ് കണ്ടുപിടിക്കേണ്ടത്, 2,75,000-ത്തിനാണ് നമ്മൾ 11 രൂപയുടെ ഷെയർസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 11 രൂപയുടെ എത്ര ഷെയർസ് വേണം, 2,75,000 ഡിവൈഡഡ് ബൈ 11. സോ 25,000 ഷെയർസ്. 2,75,000 ഡിവൈഡഡ് ബൈ 11, 25,000 ഷെയർസാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എത്ര രൂപ, ഷെയറിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. അപ്പോൾ 25,000 ഇൻറ്റു 10, അതാണ് 2,50,000. ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്, ഈ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് പ്രീമിയം എത്ര രൂപയാണ്, 1 രൂപ. 25,000 ഇൻറ്റു 1, 25,000. അതാണ് വെൻഡർ അക്കൗണ്ട് ഡെറ്റർ 2,75,000. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 25,000 ഷെയർസാണ്, 10 രൂപയാണ് ഫേസ് വാല്യൂ. അപ്പോൾ 25,000 ഇൻറ്റു 10, 2,50,000. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്, സെക്യൂരിറ്റീസ് പ്രീമിയം എത്രയാണ്, 1 രൂപയാണ്. 25,000 ഇൻറ്റു 1, 25,000.